കാൻഡിഡേറ്റ്സിനെ മത്സരിക്കാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട്, സ്ഥാനാർത്ഥികളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ അവർ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ജനറൽ ബോഡി അല്ലേ. ശ്വേതാ മേനോൻ എപ്പോഴും സംസാരിക്കുന്നത്, മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്നത്, ഞങ്ങളുടെ കോടതി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്, അമ്മയുടെ ജനറൽ ബോഡിയാണ്. ആ ജനറൽ ബോഡിയിൽ ജനറൽ ബോഡി എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ കോടതിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവർ അവിടെ ക്ലിയർ ചെയ്യണ്ടേ? അവിടെ ക്ലിയർ ചെയ്ത അടുത്ത സെക്കൻഡില് അവർ ഇറങ്ങി പോവാണ്, ഞാൻ അംഗത്വം കൂടെ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോവുക ചെയ്തത്. എന്നിട്ട് പുറത്ത് വന്നിട്ട് മീഡിയയിൽ പറഞ്ഞത്, ഞങ്ങൾ രാജിവെക്കുന്നു, ഞാൻ അംഗത്വം രാജിവെച്ചു, ഞാനും എന്റെ കമ്മിറ്റി രാജിവെച്ചു, എനിക്ക് പാവയായിരിക്കാൻ സാധിക്കില്ല, എനിക്ക് പാവയായി ഇവിടെ ഇരുന്ന് ഭരിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയാൻ എന്താണ് കാരണം? അങ്ങനെ അവർ ആരാണ് പാവയായിട്ട് ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം 10 മാസം അവരാരാണ്, അമ്മയിലെ ഏത് അംഗങ്ങളാണ് അവരുടെ ഭരണത്തിൽ ഇന്റർഫിയർ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ഭരിക്കണം, നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ജനറൽ ബോഡിയിൽ പറയണ്ടേ? ഞങ്ങൾക്ക് അറിയണോ അത്? നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധമെന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ്, ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യമായിരുന്നു സഞ്ജീവിനി എങ്ങനെ അഡ്വോ കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. സഞ്ജീവിനി നമ്മുടെ ആ കമ്മിറ്റി രാജിവെച്ച് അഡ്വോ കമ്മിറ്റി ആവുന്നതിന് മുന്നേ തീരുമാനമെടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതായത് ഞാൻ തന്നെ മുന്നേ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്നാണ് സഞ്ജീവിനിയിലുള്ള അംഗങ്ങളായിട്ടുള്ള നമ്മുടെ ആളുകൾക്കെല്ലാം മരുന്നുകൾ എത്തുന്നത്. അപ്പോൾ സഞ്ജീവിനി പ്രവർത്തനങ്ങൾ സഞ്ജീവിനി തുടങ്ങാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന സിദ്ദിഖ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണനായിട്ട് സംസാരിക്കുന്നതും മറ്റു 3 കൊട്ടേഷൻ എടുക്കുന്നതും. അങ്ങനെ വിളിച്ച മൊത്തം കൊട്ടേഷനുകളിൽ നിന്നും ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ആ ഒരു കൊട്ടേഷൻ നമ്മൾ ഏറ്റെടുക്കുകയും അങ്ങനെ സഞ്ജീവിനി പദ്ധതിയിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കമ്പനിയെ ഉൾപ്പെടുത്തുകയും മരുന്നുകൾ കൃത്യമായി അയച്ചു കൊടുക്കുകയും ചെയ്തത്. ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്, ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ്, സാധാരണക്കാര് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് വരുന്ന സമയത്ത് ആ പരാതി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പരാതിക്കാർക്ക് സ്വാധീനവും പണവും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പരാതി എടുക്കില്ലേ? ആരോപണ വിധേയരായിട്ടുള്ളവരെ സഹായിക്കാനാണോ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓപ്പറേഷൻ തൂഫാനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിന് മുകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രി തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓപ്പറേഷൻ തൂഫാനോടൊപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായിട്ട് കേസ് എടുക്കുന്നുണ്ടോ, കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തത വരുത്തേണ്ടതാണ്, അത് അന്വേഷിക്കേണ്ടതാണ്. ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞാൽ പോലും കേൾക്കാത്ത പോലീസാണോ ഇവിടെ ഉള്ളത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്. പറഞ്ഞോ അന്ന് തുടങ്ങി ഏറ്റവും കൂടുതലുള്ള വൈരാഗ്യം കാണിക്കാൻ എനിക്കെതിരെ വ്യാജ പരാതി കൊടുപ്പിക്കുന്നു ലക്ഷ്മി പ്രിയയെ കൊണ്ട് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു നോട്ടീസ് പോലും ഇല്ലാതെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ കേസ് ഞാൻ കൊടുത്തിട്ട് അതിന് FIR ഇടാൻ തയ്യാറല്ല. പക്ഷെ എനിക്കെതിരെ FIR ഇല്ലാത്ത ഒരു കാര്യത്തിന് ഒരു നോട്ടീസ് പോലും ഇല്ലാതെ എന്നെ വിളിച്ചു വരുത്തി 3 മണിക്കൂർ എന്നെ ഹരാസ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിയുമായിരുന്നു. അതിനുശേഷം ഞാൻ ടിനി ടോമിനെതിരെ പരാതി കൊടുത്തു, FIR ഇട്ടില്ല.
കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ പോയിട്ട് പരാതി കൊടുത്തത്. ഇതില് പ്രഥമ ദൃഷ്ടിയെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നീട് ഞാൻ അത് കോടതിയിൽ പോയിട്ടാണ് ഞാൻ അത് FIR ഇടിപ്പിച്ചത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ട്രെയിലർ ഇറക്കുന്നു, ടീസർ ഇറക്കുന്നു, പ്രീമിയർ ചെയ്യുന്നു, ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളത്തിലാണ് ഇത് നടക്കുന്നത്. ഞാൻ അന്ന് അതിയായി വിഷമിച്ചിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചു. ഇത് എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലാണ്, അതായത് ഭീഷണിയുടെ സ്വരത്തിലാണ് ആദ്യം ട്രെയിലർ ഇടുന്നത്. ട്രെയിലറിൽ ഒരു പോർഷൻ കട്ട് ചെയ്ത് കാണിക്കുന്നു, എന്നിട്ട് അതേ ചാനൽ ക്യാൻ എന്ന് പറഞ്ഞ ചാനലിൽ എഴുതി കാണിക്കുകയാണ് ഇതിന്റെ 1-ാം ഭാഗം നാളെ 4 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും, 2-ാം ഭാഗം അതിന്റെ നെക്സ്റ്റ് ദിവസം ഇടുന്നതായിരിക്കും. എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ഇങ്ങനെ പറയാൻ അവസരം കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ പേര് ആണ് ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്, എത്രയോ ആത്മഹത്യകൾ നമ്മൾ കാണേണ്ടി വരും. കാരണം ഇത്തരത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് എങ്ങനെയാണ് കേരളം മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അതിനെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതി ഇപ്പോഴും എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുകയാണ്, ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രത്തോളം സ്വാധീനമുണ്ടോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം ഞാൻ എന്റെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പാലാരിവട്ടം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് വ്യക്തിഹത്യക്കെതിരെ എന്ന്. അങ്ങനെ കുറച്ച് മാധ്യമ സുഹൃത്തുക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പരാതി അവർ കണ്ടിട്ടില്ല എന്നാണ്. അതിനുശേഷം ഞാൻ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സാറിന്റെ നമ്പർ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു. ഞാനൊരു 15-20 തവണ ഞാൻ റിംഗ് ചെയ്തിട്ടാണ് വിളിച്ചത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വിളിച്ചത്.